ഹലോ, നമ്മുടെ ക്ലൈമാക്സ് റെഡിയാ? ഇന്ന് കേൾക്കാം. ഇത് അവളാന്നതാ നിനക്ക് തരാൻ വേണ്ടി. ചെന്നൈയിൽ വെച്ചിട്ടുള്ള കല്യാണം. അവള് കുറെ വിളിച്ചു, നീ ഫോൺ എടുക്കില്ലെന്നാ പറഞ്ഞു. എന്താടാ ഇത്? എനിക്കവൾ അവസാനമായിട്ട് ഒന്നുകൂടി കാണണം. ബാ ഇപ്പൊ തന്നെ പോ. ഇതിനല്ലടാ വീട്? രണ്ടു മൂന്ന് ദിവസമായി കാണാതായപ്പോ ഞാൻ വിദേശിന്ന് വരില്ലാന്ന്. എന്താ പിന്നെ ഞാനെന്താ ചെയ്യണ്ടായി? വിളിച്ചിട്ട് അന്ന് ഫോൺ എടുക്കുന്നില്ല. പിന്നെ അച്ഛൻ പറഞ്ഞത് ഐഡിയ. അച്ഛനാ? സ്നേഹത്തെ കണ്ടെങ്കിൽ വരുന്നത് അച്ഛനാ പറഞ്ഞ. വെരി ഗുഡ്. അച്ഛാ ഇതാ വന്നേ നോക്ക്. അമ്മ അമ്പലത്തിൽ പോയതായിരിക്കും അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? അത് പിന്നെ അങ്ങനെയാണല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇവളിന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഇവളേ ഉള്ളൂ. ഇവൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരൊന്നുമല്ല. പിന്നെ സിനിമ എടുത്ത അത്ര മോശം പണിയൊന്നുമല്ല. മോൻ്റെ സിനിമ നമ്മളെല്ലാവരും ഒരുമിച്ച് തിയേറ്ററിൽ പോയി ചെന്ന് കണ്ടിട്ട് മതി കല്യാണം. എന്താ പോരെ? പക്ഷേ അതിനു മുന്നേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് തീരുമാനിക്കണം. മോൻ നാട്ടിൽ ചെന്നിവിടെ മോൻ്റെ അച്ഛനും കൂട്ടി ഓഫീസിലേക്ക് വീട്ടിലേക്ക് വാ. മോൻ ഇത് കാര്യമാക്കണ്ട. ഇവരുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ടെൻഷൻ ഉള്ളതാ. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് ഇരിക്കും. എന്തായാലും മോൻ വന്ന സ്ഥിതിക്ക് 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. വാ, മോൻ്റെ കൂട്ടുകാരനെ കൂടെ കൂട്ടിക്കോ.
അയ്യോ എനിക്ക് പോണോ? എനിക്ക് നാട്ടിൽ ചെന്നിട്ട് പണിയുണ്ട്. അതൊന്നും പറഞ്ഞു നിങ്ങൾക്ക് ഒരു പണിയില്ല, നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. വാ വാ. എന്നെ കൊണ്ടുവന്ന് വരണ്ടേനും. ചിലരങ്ങനെയാണ്, ബന്ധങ്ങളുടെ വില നോക്കാതെ പലതും വിളിച്ചു പറയും. പക്ഷേ ചെറുതായിട്ട് പണിപാളെങ്കിലും ഇപ്പോൾ ഒരു സുഖമുണ്ട്.